നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിയുടെ കിടക്ക അടിപൊളിയാണല്ലോ. കിടക്കാൻ എന്താ സുഖം, അറിയാതെ ഉറങ്ങിപ്പോവും. നീ എന്താ ഈ കാണിച്ചത്? ആരോട് ചോദിച്ചിട്ട് നീ എന്റെ മുറി കയറിയത്? ചൂടാവാതെ ഗിരി, ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് തന്നെയാ മുറി കയറിയത്. ഞാനിനി അങ്ങോട്ട് കിടക്കാൻ പോകുന്ന മുറി ഞാൻ കാണണ്ടേ? എഴുന്നേക്ക്, എഴുന്നേക്കാൻ. നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഗോപാൽജിയെ ഓർത്തിട്ട് മാത്രമാ നീ കാണിക്കുന്ന പല വൃത്തികേടുകളും ഞാൻ ക്ഷമിക്കുന്നത് എന്ന് കരുതിയേ എന്നോട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കാൻ നിൽക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ നിനക്ക് വൃത്തികേടായിട്ടാണോ തോന്നുന്നത്? ഇതെല്ലാം എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? നിന്റെ മനസ്സ് കല്ല. ഏത് നേരത്താണോ എനിക്ക് നിന്നെ പ്രേമിക്കാൻ തോന്നിയത്? ശാലിനി, ചായ കുടിച്ചിട്ട് പോ. കൊണ്ടുപോടി അവളുടെ ഒരു ചായ. എന്തു പറ്റി മോളെ? ശാലിനി ഭയങ്കര ദേഷ്യത്തിലാണല്ലോ പോയത്. നീ വല്ലതും പറഞ്ഞോ? ഇല്ല. നിങ്ങൾ എന്തിനാ ശാലിനിക്ക് ഈ വീട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? അവളെ നേരെ എന്റെ ബെഡ്റൂമിലേക്കാണോ കയറ്റിവിടുന്നത്? അതിനിപ്പോ എന്താ, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവല്ലേ? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഗോപാൽജിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവിച്ചാ അതിന് കാരണക്കാരി നീ ആണെങ്കിലും ഞാൻ ക്ഷമിക്കില്ല കേട്ടോ. ഇവൾക്കോ ബോധമില്ലാന്ന് എനിക്കറിയാം. അമ്മയ്ക്കെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചൂടെ? കഷ്ടം. വെറുതെ അല്ല ശാലിനി ദേഷ്യത്തിൽ പോയത്. ഒരുത്തി ബെഡ്റൂമിൽ കയറി വന്ന് നിന്നു കൊടുത്തിട്ടും ചെക്ക മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പ്രതികരിക്കുമ്പോ ഏത് പെണ്ണിനും ദേഷ്യം വരും. ഇതാ ഞാൻ പറഞ്ഞത്, ഏട്ടന് അവസരം ഉപയോഗിക്കാൻ അറിയില്ല എന്ന്. ഒട്ടിച്ചു നിന്റെ പല്ലിനെ തെറിപ്പിക്കും. എന്റെ മോൻ ഇങ്ങനത്തെ വഷളത്തരം കാണിക്കേണ്ട ഗതികേടില്ല. അവളോട് മുറിയിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞത് നീയല്ലേ? എന്നിട്ടിപ്പോ അതിന്റെ ദേഷ്യവും അവൻ എന്നോടായി. സമാധാനായല്ലോ നിനക്ക്? ചായ കുടിക്കും. എങ്ങോട്ടാണാവോ? വെറുതെ ഒന്ന് പുറത്തേക്ക്, കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ട്. തൽക്കാലം നീ എങ്ങോട്ടും പോകുന്നില്ല. ഡാഡി, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഇനി കല്യാണത്തിന്റെ അന്ന് വരെ നീ എന്റെ കൂടെ നിന്നാ മതി. പിന്നെ വരച്ച വരെ നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശോഭനയോ? വാ വാ, കേറുക. ഇരിക്ക്. ഓ വേണ്ട ഗോപാൽജി, ഞാൻ പോകുന്ന വഴിക്ക് വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. തരാനുള്ള കാശിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ ശോഭനയുടെ കിട്ടിയിരിക്കും. അയ്യോ, അതൊക്കെ സാറ് ഉറപ്പായും തരുമെന്ന് എനിക്കറിയാം. ഗോപാൽജി പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത്? പിന്നെ വേറെന്താ വിശേഷം? എന്തോ കാര്യമായ ടെൻഷൻ ശോഭനയ്ക്കുണ്ടല്ലോ. എനിക്കുള്ള ടെൻഷൻ മുഴുവനെ കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാ. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മഞ്ജുവിന് വീണ്ടും എന്തെങ്കിലും മനമാറ്റം സംഭവിച്ചോ? ഏയ്, മഞ്ജു ഈ വീടിന്റെ മരുമകളാകാൻ തയ്യാറായി നിൽക്കല്ലേ.
കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ വേണം ഒറ്റയ്ക്ക് ഓടാൻ. മഞ്ജു അച്ഛനില്ലാത്ത കുട്ടിയല്ലേ. ഗോപിയേട്ടനെ മഹേഷിനെ കൊണ്ട് ഒരു കാര്യവും ഇല്ല. അത്രേ ഉള്ളൂ. ശോഭനയുടെ സഹായത്തിന് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് 2 ആളെ വിട്ടുതരാം. അവരോട് എന്ത് ചെയ്യണമെന്ന് ശോഭന ഒന്ന് പറഞ്ഞാൽ മതി, അവര് ചെയ്തു തന്നോളും. ശോഭന കല്യാണം ആസ്വദിച്ചാൽ മാത്രം മതി. സഹായത്തിന് ആളെ കിട്ടിയ മാത്രം പോരല്ലോ. വീട് പണിയും ആഭരണം വാങ്ങലും ഒക്കെയായി നല്ലൊരു തുക ആവശ്യം വരാൻ പോകുന്നത്. മഞ്ജു ഇത്രയും വലിയൊരു വീട്ടിലേക്ക് കയറി വരാൻ പോകുമ്പോഴേ ഒന്നിനൊരു കുറവുണ്ടാകരുതല്ലോ. അല്ലെങ്കിൽ അതിന്റെ ചീത്തപ്പേര് ഗോപാൽജിക്കും കൂടെ അല്ലേ. പക്ഷേ കാശ് വേണ്ടെടുത്ത് കാശ് തന്നെ വേണ്ടേ. ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശോഭന ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട, കാശ് ഞാൻ തരാം. വലിയ ഉപകാരം. എന്താ മോനെ ഒരു വിഷമം പോലെ? ഒന്നുമില്ല. ഓ, കല്യാണം അടുത്തതിന്റെ ടെൻഷൻ ആയിരിക്കും അല്ലേ? ഇത് വെച്ച് കല്യാണം നല്ല രീതിയിൽ നടത്താൻ പറ്റില്ലേ? ഇത് മതിയാകും. എന്നാലും കല്യാണക്കാരിയല്ലേ, എപ്പോഴും പുതിയ പുതിയ ചെലവുകളുണ്ടാവും. ഇനിയും കാശിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഗോപാൽജിയെ വിളിക്കും. ഓ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ദേ വലിയ ഉപകാരം മോനെ. നീ ചെയ്ത കുരുത്തക്കേടിനെ കുറിച്ച് മഞ്ജുവിന് സംശയമൊന്നുമില്ല. അത് നിന്റെ ഭാഗ്യം. ഞാൻ ഡാഡിയോട് പറഞ്ഞല്ലേ അവക്ക് സംശയം തോന്നിയിട്ടില്ല. എന്നാലും ആ സ്ത്രീയുടെ ആർത്തി കണ്ടില്ലേ, എത്ര കിട്ടിയാലും മതിയാവില്ല. കല്യാണത്തിന്റെ അന്ന് വരെ ഇവരെ സഹിക്കാതെ നിവർത്തിയില്ല. അത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഞാൻ എണ്ണി എണ്ണി പകരം ചോദിക്കും. എന്റെ കയ്യിൽ നിന്ന് ചെലവായ ഓരോ രൂപയുടെ കണക്ക് എന്റെ കയ്യിലുണ്ട്. അതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. മഹേഷേട്ടൻ അമ്മയെ കാത്ത് നിൽക്കുകയാണോ? അമ്മായി കാശോട്ട് വന്നാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കൂ. മഹേഷേട്ടൻ ടെൻഷൻ അടിക്കാതെ നിൽക്ക്. അമ്മ ഇതുവരെ ഏറ്റെടുത്ത് എന്തെങ്കിലും കാര്യം നടക്കാതിരുന്നിട്ടുണ്ടോ? ദേ മഞ്ജു വരുന്നു. അവളോട് ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ട. കല്യാണം കഴിയുന്നവരെ അവള് നല്ല മൂടിയിരിക്കുന്നേ നമുക്ക് നല്ലത്. അവളോട് ചിരിച്ച് മാത്രമേ സംസാരിക്കാവൂ. ചിരിച്ചോ ചിരിച്ചോ. ആഹാ, ഇന്ന് നേരത്തെ വന്നല്ലോ. മഞ്ജു, കല്യാണമൊക്കെ അടുത്തില്ലേ? ഇനി ജോലിക്ക് പോണം. ലീവ് എടുത്തൂടെ? മഞ്ജുവിന് കല്യാണമായിട്ട് ഒരു സന്തോഷവും ഇല്ല. എങ്ങനെ ഉണ്ടാകാനാ? വീട്ടിൽ വന്ന് കയറിയാ കാണുന്നത് നിന്റെയൊക്കെ മോന്തയല്ലേ? ഓ, അമ്മാവൻ എത്ര വേണമെങ്കിലും കളിയാക്കോ. ഇവളുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ ഞങ്ങളുടെ മുഖം മാത്രമേ അമ്മാവന് കാണാൻ കഴിയുള്ളൂ. അതാ എന്റെ പേടി. ചേച്ചിയുടെ കല്യാണമാണെന്നും പറഞ്ഞ് ഇവൻ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നെന്ന് എന്റെ സംശയം. അതെന്താ? മഞ്ജുവിന് നല്ലൊരു ഭാവി ഉണ്ടാവുന്നതിൽ ഞാൻ സന്തോഷിക്കണ്ടേ? ഓ പിന്നെ, ഈ വീടും പറമ്പും കിട്ടുന്നതിനായിരിക്കും ഇവൻ സന്തോഷിക്കുന്നത്. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടേ, നിന്റെ അമ്മ കൊടുക്കുന്ന ട്രെയിനിങ് പ്രകാരമാണ് ഇവൻ നടക്കുന്നതെങ്കിൽ അങ്ങനെ ഇവൻ ചിന്തിക്കും. ഇതുപോലെ സ്വാർത്ഥതയുള്ള സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തെ കണ്ടിട്ടില്ല. ദേ വരുന്നുണ്ട്. ഗോപിട്ടാ ഒന്ന് മാറിക്കേ. ദാ മോളെ, ഇത് അമ്മായി മോൾക്ക് വേണ്ടി വാങ്ങിയതാ. എന്താ അമ്മ ഇത്? തുറന്ന് നോക്ക്.